അസ്സലാമലൈക്കും. റമദാൻ കരീം. ഇന്ന് ഒരു സ്പെഷ്യൽ കഞ്ഞിയാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഈ കോട്ടയം ആലപ്പുഴ ആ സൈഡിലൊക്കെ ഭയങ്കര ഫേമസ് ആണ് നോമ്പിന് ഈ കഞ്ഞി. അവർ ഇന്നും ഉണ്ടാക്കുന്ന ഒരു കഞ്ഞിയാണ്. നമ്മൾ മലബാറുകാർക്ക് അത്ര അറിയില്ല, പക്ഷേ അത് നല്ല ടേസ്റ്റ് കേട്ടോ. അടിപൊളി ഒരു കഞ്ഞിയാണ്. അപ്പം നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോമ്പ് കഞ്ഞിക്ക് വേണ്ടിയിട്ട് ഞാനിതാ 1 കപ്പ് കേട്ടോ, 1 കപ്പ് ബസ്മതി അരിയും, പിന്നെ നമ്മൾ പായസമൊക്കെ വെക്കാൻ എടുക്കുന്ന ചെറുപയർപ്പരിപ്പില്ലേ അത് 1/4 കപ്പും, പിന്നെ 1 ടേബിൾ സ്പൂണ് ഉലുവയും. ഇത് മൂന്നുകൂടി 1 മണിക്കൂറൊക്കെ മുമ്പാണ് ഞാൻ നല്ലോണം കഴുകിയിട്ട് വെള്ളത്തിലിട്ടെടുത്ത് വെച്ചാണ്. ഇനി ഞാൻ എന്താ ഒരു കുക്കർ വെച്ച് തീ ഓണാക്കി 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ഓയിലും യൂസ് ചെയ്യുക. അതിലേക്ക് ഞാൻ എന്താ 1 ടേബിൾ സ്പൂൺ, 1/2 ടേബിൾ സ്പൂണേ ഉള്ളൂ നെയ്യൂടി ചേർക്കുകയാണേ. ഇതിലേക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ഇടേ, ഇത്തിരി മതി. 3 ഏലക്ക, ഒരിത്തിരി പട്ട, 2-3 ഗ്രാമ്പു ഇതിലേക്ക് ഇടുന്നേ. എന്നിട്ട് അതൊന്ന് ഇതാകുന്ന സമയത്ത് നമുക്കിതാ 1 മീഡിയം സൈസ് ഒനിയൻ, സവാള ഞാൻ ചെറുതായി അരിഞ്ഞാണ് നീളത്തിൽ, അതുകൂടി ഇട്ട് കൊടുക്കും. നമ്മൾ ഉള്ളി ഒന്ന് നന്നായി വാട്ടിയെടുക്കണേ. നമുക്ക് സാധാ നമ്മൾ വാട്ടിയെടുക്കുന്ന പോലെ തന്നെ ഉള്ളിയൊക്കെ നല്ലോണം വാടിയുണ്ട്. ഇനി ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും, 1 ചെറിയ സ്പൂൺ ഇഞ്ചി, 1 ചെറിയ സ്പൂണ് വെളുത്തുള്ളി, ടീസ്പൂണ് അതിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ 2 പച്ചമുളകും, വേറെ ഒന്നും ഇടുന്നില്ല, കഞ്ഞിയല്ലേ അത്രയല്ലേ എരിവുണ്ടാവും. 2 പച്ചമുളകും ഇട്ടുണ്ട്. ഒന്ന് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. 1 തക്കാളി മുറിച്ചതാണ്, അതും ഇല്ലേക്ക് ഇട്ടു. ഞാൻ കുറച്ച് ഇതാ നമ്മൾ ചിക്കൻ്റെ എല്ലാം കേട്ടോ, ഇത് നമ്മളെ കൈ, ചിറക്, കാല്, പുറത്തുള്ള എല്ലാം ഒക്കെ ഇത് ഒരു നിർബന്ധവും ഇല്ല, ഓപ്ഷണലാണ്. ഒറിജിനൽ റെസിപ്പിയിൽ ചിക്കൻ ആഡ് ചെയ്യുന്നേ ഇല്ല. പക്ഷേ ഞാനിതൊരു 2 പ്രാവശ്യം ഈ ചിക്കൻ ചേർത്ത് കഴിച്ചതിന് നല്ലൊരു ടേസ്റ്റായി. അതുകൊണ്ടാണ് ഒരു 4-5 പീസ് എല്ല് ഞാൻ ആഡ് ചെയ്യുന്നത്. നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതോടൊപ്പം ഞാൻ കുറച്ച് മല്ലിയിലയോട് ചേർത്ത് വെക്കുകയാണ്. ചിക്കനും ഇതൊന്ന് ഇതിലൊന്ന് 2-3 മിനിറ്റ് ആവട്ടെ കേട്ടോ. മസാലയൊക്കെ ഇടുന്ന ഒന്നിതായിണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തെടുത്ത് നമ്മൾ അരിയും മിക്സ് ഇല്ലേ, അരിയും മൂങ്കാൽ, അതായത് ചെറുപയർപ്പരിപ്പും ഉലുവയും, ഇത് മൂന്നുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. ഈ മസാലയിൽ വെള്ളമില്ലാതെ ഇരിക്കണേ. അരി ഇട്ടിട്ടേ ഇതൊന്ന് നമ്മൾ അരിയൊക്കെ വറുക്കല്ലേ ബിരിയാണിക്കൊക്കെ, അതുപോലെ ഒന്നിൽ വറുത്തെടുക്കുക കേട്ടോ. അരിയും ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി വറുത്തില്ല കേട്ടോ നമ്മളെ മസാലേൻ്റെ കൂടെ. ഇനി ഞാൻ ഇതിലേക്കൊരു തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 4 കപ്പ് വെള്ളം കേട്ടോ. 1 ഗ്ലാസ് അരിക്ക് വേണേൽ പിന്നെ നമുക്ക് നോക്കാം. ഒഴിച്ചു കൊടുക്കട്ടെ. ഒഴിച്ചെടുത്ത് വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിലേക്ക്. കഞ്ഞിയാണ്ട് ഉപ്പ് നമുക്ക് എപ്പോഴും ചേർക്കാം, എന്നാലും വെള്ളത്തിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ചിക്കന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ഞാൻ ചേർത്തപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു ഇതിൻ്റെ മുമ്പ്, ഒരു ടെസ്റ്റ് പോലെ. അതുകൊണ്ട് ഞാൻ വീണ്ടും ചേർത്തതാണ്. ആ ചിക്കൻ അങ്ങ് ഒഴിവാക്കിയാൽ മാത്രം മതി, വേറെ ഒരു മാറ്റവും ഇല്ല. ഓക്കെ, ഇനി നമ്മൾ കുക്കർ അടിച്ചു വെച്ചിട്ട് ഒരു 4-5 വിസിൽ, കഞ്ഞിയല്ലേ നല്ലോണം വെന്ത് വരട്ടെ. ഓക്കെ, അപ്പോൾ ഇതാ ഒരു 6-7 വിസിലോളം വന്നു കേട്ടോ. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഷെറൊക്കെ പോയിട്ടുണ്ട് കണ്ടോ. ഈ ഒരു രൂപത്തിലുണ്ടാകും. എങ്ങനെ ആയാലും ഇങ്ങനെ നമുക്കിതിനി നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്യും കേട്ടോ. നന്നായിട്ട്. എന്നിട്ട് കുറച്ചുകൂടി ഞാൻ വെള്ളം തിളപ്പിച്ചത് വരണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ നന്നായി ഒന്ന് സ്മാഷ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ചുകൂടി നല്ലോണം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ. ഇനി കണക്കൊന്നുമില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കണ്ടോ, അത് കഴിയുമ്പോഴേക്കും ടൈറ്റായി വീണ്ടും വരുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒന്ന് കുറച്ച് ചൂടുവെള്ളം കരുതണേ. ഞാൻ വീണ്ടും ഒരു 3 ഗ്ലാസോളം ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. അരിയല്ലേ അപ്പം അങ്ങനെ വന്നോളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പൊക്കെ നോക്കട്ടോ. ഇതൊരു സമയത്ത് ഒന്നുകൂടി കറക്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് ഇതാ ഞാൻ ഒരു 1/2 ഗ്ലാസ്
അര ഗ്ലാസ് തേങ്ങാപ്പാൽ അതുകൂടി വയ്ക്കാം, നല്ലൊരു ടേസ്റ്റ് എടുക്കും കേട്ടോ. ഇനി അര ഗ്ലാസ്സിൽ ഇത്രയും മതി, ഒരു 1/4 കപ്പ് അത് ഒഴിച്ച് ഇതിനെ ഒന്ന് ചെറിയ തള വന്നാൽ മതി കേട്ടോ. ഒന്ന് ചെറിയ തള വരട്ടെ. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് സൈഡൊക്കെ ചെറുങ്ങനെ തള വരുന്നുണ്ട്. ആ സമയത്ത് നമുക്കിതാ ഇത്തിരി മല്ലിയില ഇടാം. അതേപോലെ 1 ടീസ്പൂണ് ബട്ടറോ നെയ്യോ എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ അടുത്തുള്ള എന്താണെന്ന് വെച്ചാൽ അതുകൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ സ്പെഷ്യൽ നോമ്പ് കഞ്ഞി റെഡിയാണേ. നോമ്പൊക്കെ തുറന്നിട്ട് കഴിക്കാൻ ഭയങ്കര റിഫ്രഷിങ് ആണ്, പിന്നെ നല്ലൊരു എനർജിയുമാണ്. ഉലുവയെല്ലാം ഇട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ തണുക്കുന്നതിനനുസരിച്ച് കുറച്ചുകൂടി കട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത്തിരി വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അല്ല അതിനനുസരിച്ച് ആദ്യം വെള്ളം ഒഴിച്ചാലും മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുവരേക്കും ചെയ്യാത്തവർ, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.